ഇതിനിടയിൽ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്നൊരു വാർത്ത വരുന്നു. വട്ടിയൂർക്കാവിലെ ഡീൽ ആരോപണം വെറും കെട്ടുകഥയാണെന്ന് BJP സ്ഥാനാർത്ഥി R. ശ്രീലേഖ റിപ്പോർട്ടറിനോട്. കെട്ടുകഥയായതിനാലാണ് കെ മുരളീധരൻ VK പ്രശാന്തിനെ സഹായിക്കുന്ന BJP കൗൺസിലർമാരുടെ പേര് പറയാത്തതെന്ന് ആ വിവാദങ്ങളൊന്നും തന്നെ അലട്ടുന്നില്ല എന്നാണ് R. ശ്രീലേഖ പറഞ്ഞത്. R. ശ്രീലേഖ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ഹരിമോഹൻ ചേരും അതിനുശേഷം. ആരോപണവും വിവാദങ്ങളും ഒന്നും അലട്ടുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ വെറുതെ കെട്ടുകഥയായതുകൊണ്ട് വെറുതെ ഓരോന്ന് പറയുന്നത് കൊണ്ടല്ലേ അത്. നിങ്ങൾ കാണുന്നതല്ലേ എൻ്റെ കൂടെ എല്ലാ കൗൺസിലേഴ്സും നിൽക്കുന്നത്. അവർക്ക് പറ്റുന്ന പോലെയൊക്കെ അവർ സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അതേക്കാളും കൂടുതൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? ഇത്രയും ആത്മാർത്ഥത എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ ഇത്രയും ഒരു സപ്പോർട്ട് ശരിക്കും എന്നെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് എന്നെ ഇങ്ങനെ കൊണ്ട് നടന്ന് എല്ലായിടത്തും കൊണ്ടുപോയി. ഭയങ്കര വലിയ ഒരു കാര്യമാണ്. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും. ഒരുപാട് നന്ദി. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, വട്ടിയൂർക്കാവിലെ ഡീലാരോപണം ചീറ്റിപ്പോവുകയാണോ? മുരളീധരൻ കൗൺസിലർമാരുടെ പേര് വേണമെങ്കിൽ പറയാമെന്ന് വെല്ലുവിളിച്ചു. പക്ഷേ ഇപ്പോൾ കെ മുരളീധരൻ പേര് പറയുന്നില്ല. ശ്രീലേഖ അതൊരു ആരോപണമായി ഉന്നയിക്കുകയാണോ? ഹരിമോഹൻ, വട്ടിയൂർക്കാവിൽ ഡീലില്ലേ, അത് ചീറ്റിയ പടക്കമായി പോയോ? അരുൺ, അതൊരു നനഞ്ഞ പടക്കമായോ എന്നുള്ള സംശയം നമുക്കുമുണ്ട്. കാരണം ഈ കെ മുരളീധരൻ ഉയർത്തിവിട്ട ഈ ഡീൽ ആരോപണം, ആ ഡീൽ ആരോപണം ഉണ്ട്, അല്ലെങ്കിൽ അതിന് കൂടുതൽ ബലം പകരണമെന്നുണ്ടെങ്കിൽ കെ മുരളീധരൻ ആദ്യം പറഞ്ഞ കാര്യം, അതായത് ആരാണോ ഈ ഡീലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആ BJP കൗൺസിലർമാരുടെ പേരുകൾ അത് കെ മുരളീധരൻ വെളിപ്പെടുത്തണം. പക്ഷേ ഈ നിമിഷം വരെ കെ മുരളീധരൻ ആ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ആദ്യഘട്ടത്തിൽ, അതായത് BJP വെല്ലുവിളിയായി അത് ഉയർത്തിയ ഘട്ടത്തിൽ തനിക്കതിനൊരു മടിയുമില്ല, താൻ ആ പേരുകൾ വെളിപ്പെടുത്താമെന്ന് കെ മുരളീധരൻ പറയുകയുണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് BJP കൗൺസിലർമാരുടെ പേര് പുറത്തെന്തെങ്കിലും പുറത്തു പറയുന്നത് കൊണ്ടുള്ള മടി കൊണ്ടാണോ, അതെയോ ഇനി അങ്ങനെ പേരുകൾ അദ്ദേഹത്തിന് കൈവശം ഇല്ലേ എന്നതാണ് ഇനിയിപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. എന്തായാലും BJPയെ സംബന്ധിച്ച് ഈ ഡീൽ ആരോപണത്തെ പ്രതിരോധിക്കാൻ ഇനി മറ്റൊന്നും വേണ്ട. കെ മുരളീധരൻ പേരുകൾ പുറത്തു വിടാത്തിടത്തോളം കാലം BJPയെ സംബന്ധിച്ച് അത് ഗുണകരവുമാണ്. കെ മുരളീധരൻ ഉയർത്തുന്ന ആരോപണം വെറും പുകയാണ് എന്ന് സ്ഥാപിക്കാൻ BJPക്ക് കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കെട്ടുകഥയാണെന്നും പരാജയഭീതിയിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് BJP സ്ഥാനാർത്ഥി R. ശ്രീലേഖയ്ക്കും മറ്റു BJP നേതാക്കൾക്കും കെ മുരളീധരന്റെ ആരോപണത്തെ നേരിടാൻ കഴിയുന്നത് എന്നുള്ളതാണ്. LDFും സമാനമായ രീതിയിൽ തന്നെയാണ് കെ മുരളീധരന്റെ ആരോപണത്തെ നേരിട്ടത്. അതായത് കെ മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുമായി അന്ന് ഡീലുണ്ടാക്കിയ ആൾ. ആ ആൾ തന്നെ ഇപ്പോൾ ഡീലുണ്ട് എന്ന് പറയുന്നത് വിരോധാഭാസമാണ്. ഇപ്പോൾ ഡീൽ ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ തെളിവുകൾ മുന്നോട്ട് വെക്കണം എന്നതടക്കമാണ് LDF നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. അതുകൊണ്ട് കെ മുരളീധരന്റെ ബാധ്യതയാണ് ആ ഡീൽ സാധൂകരിക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ മുന്നോട്ട്. ഈ ഡീലാരോപണത്തിൻ്റെ ഒരു കാര്യം, ചില മണ്ഡലങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡീലാരോപണം എന്ന് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അവരൊക്കെ അഹോരാത്രം പണിയെടുക്കുന്നത് BJPയിലാണെങ്കിലും ശരി, CPMലാണെങ്കിലും ശരി, കോൺഗ്രസിലാണെങ്കിലും ശരി, അത് തിരിച്ചിങ്ങോട്ടുള്ള ആരോപണവും മറിച്ചുള്ള ആരോപണവും അതൊക്കെ ഈ പ്രവർത്തകരുടെ മനോവികാരത്തെ കെടുത്തും. എന്ത് ഡീലാണപ്പോൾ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ട് പൊരുവെയിലൊക്കെ കൊണ്ട് പണിയെടുക്കുന്ന മനുഷ്യരല്ലേ, ഡീലുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ സുഖമായിട്ട് പൈസ വാങ്ങിച്ചിരുന്നാൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്. അതിന് മറു ആരോപണവുമായിട്ട് CPM രംഗത്ത് വന്നിട്ടുണ്ട്.